ഹായ് ഹലോ. രാവിലെ തന്നെ എനിക്കൊരു ട്രിപ്പ് വന്നത് വർക്കല ഇടവയിലോട്ടായിരുന്നു. ഇവിടെ പുതുതായിട്ടൊരു റിസോർട്ട് പണിയുന്നുണ്ട് കേട്ടോ. അവിടത്തേക്ക് വേണ്ട കുറച്ച് മെറ്റീരിയൽസ് ആയിട്ട് പോയതാണ് കേട്ടോ. റോഡിന് അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉണ്ട്, എന്നാലും അതിലേക്കൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക, പയ്യെ പോവുക. കാരണം നേരെ വന്ന് പതിക്കുന്നത് താഴെയാണ്. പ്രത്യേകിച്ച് സേഫ്റ്റി ബോർഡോ അങ്ങനെ ഡിവൈഡറോ അങ്ങനെ ഒന്നുമില്ല. ഈ കാണുന്ന റിസോർട്ടിലെത്തി കണ്ടിട്ടാണ് വന്നത്. കുറച്ച് നേരം അവിടെ സ്പെൻഡൊക്കെ ചെയ്തു. നല്ല ഒരു വ്യൂ ആയിരുന്നു. പക്ഷേ എനിക്ക് അവിടെ കുറച്ച് പണിക്കാരെ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും വിദേശികളായിരുന്നു. അങ്ങനെ മലയാളികളെയൊക്കെ പൊതുവെ തെന്നിയ തിരിച്ച് അവിടെ ഉള്ള കുറച്ച് പ്രദേശവാസികളെ മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. രാവിലെ ആയതുകൊണ്ടായിരിക്കാം കേട്ടോ, എല്ലാവരും നല്ലോണം വെയിലൊക്കെ കൊള്ളാൻ വേണ്ടി അവിടെ വന്ന് കിടക്കുകയാണ്. കുറേ ഫോറിനേഴ്സ് ഉണ്ട് അവിടെ മിക്കുള്ളവരും. പിന്നെ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ എന്തോ നമ്മളെ നാട്ടുകാർക്കുള്ളൊരു പൊതു സ്വഭാവം ഉണ്ടല്ലോ, നല്ലൊരു പ്ലേസ് ആണെങ്കിൽ അവിടെ പ്ലാസ്റ്റിക്കും കുപ്പിയും ബാക്കിയുള്ള ചപ്പ് ചവറെല്ലാം കൂടെ ഇട്ട് നശിപ്പിക്കുന്നത്. കുറച്ച് നേരം അവിടെ നോക്കിക്കൊണ്ടിട്ട് ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നോക്കിയപ്പോൾ കാണാം ഒരു സായിപ്പ്, പുള്ളിക്കാരെ നല്ല ഓട്ടത്തിലാണ് കേട്ടോ, വ്യായാമത്തില്ല. ഒരു വ്ളോഗർ ഏട്ടനും ഉണ്ട് കേട്ടോ. വേറൊരു ടീമാണെങ്കിൽ പട്ടിയായിട്ടൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മദാമ്മ അവിടെ എന്തോ സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. പിന്നെ അത് എന്തെന്നറിയാൻ അങ്ങോട്ട് ചെന്നായിരുന്നു. കടലാമ അവിടെ ചത്ത് കിടന്നതാണ് അവർ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ അവരെനിക്ക് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇത് കഴുത്തിൽ ഒരുപാട് മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയോ അത് കെണിയിൽപ്പെട്ട് മരിച്ചതായിരിക്കാം. ഒരു പുള്ളിക്കത്തി ഹംഗ്രി കാര്യമാണ് കേട്ടോ. പിന്നെ ഒരു സാഹിബിന് ടാറ്റയും പറഞ്ഞ് ഞാൻ വിട്ടു.